ഹലോ ഗൈസ്, ഇന്ന് നമുക്ക് ഡിന്നറിന് ഭയങ്കര സിമ്പിൾ പക്ഷെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇതിന് വേണ്ടുന്ന മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഉരുളക്കിഴങ്ങും പിന്നെ ക്യാരറ്റും ആണ്. പക്ഷെ ഈ കറിക്ക് പുറകിലൊരു കഥയുണ്ട്. കഥ എന്താണെന്ന് വെച്ചാൽ ആദ്യം തന്നെ ഈ കറിയുടെ പേരെന്താണെന്ന് ഞാൻ പറയാം. ഇതാണ് ശാന്താസ് കറി. ഇത് ആക്ച്വലി എനിക്ക് എൻ്റെ അമ്മ, അതായത് അക്കുവിൻ്റെ അമ്മ പറഞ്ഞു തന്നൊരു റെസിപ്പിയാണ് കേട്ടോ. അക്കുവിൻ്റെ അമ്മൂമ്മയുടെ അവിടെ ഒരു ആൻറ്റി ഉണ്ടായിരുന്നു, ശാന്ത എന്നാണ് ആൻറ്റിയുടെ പേര്. അപ്പോൾ ആ ആൻറ്റിയുടെ ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പി എന്ന് പറഞ്ഞിട്ടാണ് ഇതെനിക്ക് പരിചയപ്പെടുത്തി തന്നത്. പ്രത്യേകിച്ച് പേരൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെയാണ് ശാന്താസ് കറി എന്ന് പേര് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ആദ്യം തന്നെ കുക്കറിൽ കുറച്ച് ഉരുളക്കിഴങ്ങും നമ്മുടെ ക്യാരറ്റും കൂടി അരിഞ്ഞ് ഇട്ടിട്ടുണ്ട്. ഇതൊരു 3 വിസിലടുപ്പിക്കണം. ഇത് സവാള കുനുകുനാന്ന് അരിഞ്ഞതാണ് കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്കൊക്കെ പച്ചമുളകും കൂടെ അരിഞ്ഞിട്ടിട്ടുണ്ട്, അതാണ് കേട്ടോ കാണാത്തത്. പക്ഷെ പച്ചമുളകുണ്ട് കേട്ടോ, അതും കുനുകുനാന്ന് അരിഞ്ഞു. പിന്നെ കുറച്ച് മല്ലിയില, അത് അവസാനത്തേക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ ഇതാണ് നമ്മുടെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത്. അതായത് കുറച്ച് മസാലകൾ നമ്മൾ സാധാ വെള്ളത്തിൽ മിക്സ് ചെയ്ത് വെച്ചേക്കുവാണ്. മീറ്റ് മസാലയുണ്ട്, അതാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ്. പിന്നെ നമ്മുടെ സാധാരണ വേണ്ടുന്ന മുളക് പൊടി, മഞ്ഞൾപ്പൊടി, നമ്മുടെ മല്ലിപ്പൊടി, ഗരം മസാല, ഇത്രയും കൂടി എടുത്തിട്ട് നല്ല രീതിയിൽ വെള്ളത്തിൽ നിന്ന് മിക്സ് ചെയ്ത് വെച്ചേക്കാം. പിന്നെ അടുത്ത ഐറ്റം തേങ്ങാപ്പാൽ നമുക്ക് ഇവിടെ ഇങ്ങനെയാണ് കേട്ടോ കിട്ടുന്നത്, അതുകൊണ്ടാണ് ക്യാനിൽ വാങ്ങിയത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഓൾറെഡി റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ സംഭവം സിമ്പിളായി. ഈ കുക്കറിൽ ഉരുളക്കിഴങ്ങും ക്യാരറ്റും കൂടി 3 വിസിലടുപ്പിക്കണേ. അതായത് ആദ്യത്തേത് ഹൈ ഫ്ലെയിമിലും ബാക്കി 2 വിസിൽ ലോ ഫ്ലെയിമിലും വെച്ചിട്ട്. ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ സവാള റെഡിയാക്കി എടുക്കാം. അതായത് ഒരു പാൻ എടുത്തിട്ട് അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് കടുകും പിന്നെ വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ഇട്ട് നല്ല രീതിയിൽ ഇളക്കുക. നമുക്ക് നമ്മുടെ സവാള കൊടുക്കാം. അതാ പച്ചമുളകും ഉണ്ട് കേട്ടോ. ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നവരെ നമ്മൾ ഇത് വഴറ്റി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാ സവാള ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഈ വഴണ്ട് വന്ന സവാളയിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചേക്കുന്ന മസാല വെള്ളം ഒഴിക്കാം കേട്ടോ. അതേപോലെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള വെള്ളം നമുക്ക് പിന്നെ അങ്ങ് ഒഴിച്ചു കൊടുക്കാവേ ഇപ്പം തന്നെ. അപ്പോൾ നമ്മുടെ ഈ മസാല വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇതിനിടയ്ക്ക് ഉപ്പും കൂടി ഇടണമായിരുന്നേ, ഞാൻ ഉപ്പ് ഇട്ടായിരുന്നു. പിന്നെ ഇതിലേക്ക് കുക്കറിൽ റെഡി ആയിട്ടുള്ള ഈ പൊട്ടേറ്റോയും ക്യാരറ്റും കൂടെ നല്ല രീതിയിൽ മാഷ് ചെയ്തിട്ട് നമുക്കിനി ഇതിനകത്തേക്ക് ഇടാം. ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് തേങ്ങാപ്പാൽ ഒഴിക്കാവേ. ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്, അതും കൂടി ഇടട്ടെ. തേങ്ങാപ്പാൽ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അധികം തിളപ്പിക്കാൻ നിൽക്കണ്ടേ, നമുക്ക് ഉടനെ തന്നെ മല്ലിയില ഇടാം. നമ്മുടെ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കറിയാണ് കേട്ടോ, അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. ആ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചുകൊണ്ട് ഭയങ്കര ഇങ്ങനെ തിക്കായിട്ടുള്ളൊരു ഗ്രേവിയും എല്ലാം. നമുക്കിത് ചപ്പാത്തിയുടെ കൂടെ അല്ലെങ്കിൽ അപ്പം, ഇടിയപ്പം, പൊറോട്ട എന്തിൻ്റെ കൂടെയും പോകും കേട്ടോ. അങ്ങനെ ഗൈസ്, നമ്മുടെ കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഭയങ്കര സിമ്പിളാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചപ്പാത്തിയുടെ കൂടെയാണ് കേട്ടോ കഴിക്കുന്നത്. എന്നാൽ പോയി ഞങ്ങളുടെ ഡിന്നർ കഴിക്കട്ടെ. എല്ലാവരും ഈ ശാന്താസ് കറി ഉണ്ടാക്കി നോക്കിയിട്ടൊന്ന് അഭിപ്രായം പറയണേ. നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ഓക്കെ.